പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പേരെന്തോ മാറി വിളിച്ചു, സന്തോഷ് നാരായൺ എന്ന് വിളിച്ചു. അതോടൊപ്പം തന്നെ പുള്ളിനെ പിന്നെ എനിക്ക് തോന്നിയ ഒരു മൊമെന്റോ ഒക്കെ നമ്മൾ ഒരാളെ കൊടുക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് മിനിമം അതിൻ്റെ ഒരു ഓർഗനൈസിങ് പരിപാടി തന്നെ എനിക്കൊരു പാളിച്ച തോന്നി. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരാളെ പുള്ളി ഒരു സീനിയർ ആയിട്ടുള്ള മ്യൂസിഷ്യനെ നമ്മളൊരു വേദിയിലെങ്കിലും വിളിച്ചിട്ട് മൊമെന്റോ കൊടുക്കണം. അപ്പോൾ പുള്ളി ആ രീതിയിൽ മാനസികമായിട്ട് പുള്ളി ഭയങ്കര വിഷമത്തിലായിരുന്നു. അതുകൊണ്ടാണ് പുള്ളി ആസിഫിനെ അല്ലെങ്കിൽ ആസിഫിനെ മൈൻഡ് ചെയ്യാതെ പോയതെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളൊരാൾ എംബാരസ്ഡ് ആയി ഇൻസൾട്ടഡ് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് വേറൊരാളെ അതേ നാണയത്തിൽ നമുക്ക് വേറൊരാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടുണ്ടോ? അതേ ഫീലിംഗ് തന്നെയല്ലേ ആ സെയിം ആളും അനുഭവിച്ചിട്ടുണ്ടാവുക. ഇവിടെ മോഹൻലാൽ സാറും മമ്മൂക്കൊക്കെ എന്തൊക്കെ അവർക്ക് ഉണ്ടാകുന്ന എന്തൊക്കെ മാനസിക ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ പുറത്തെ ആൾക്കാരുടെ അടുത്തും മീഡിയയുടെ അടുത്തൊക്കെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ആരെയൊക്കെ ചീത്ത വിളിക്കണം, മൈൻഡ് ചെയ്യാതെ പോകണം. കുറച്ച് കഴിഞ്ഞ് വാർത്തയൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്കും പുള്ളി മനസ്സിലായത് പണി വളയെന്ന് മനസ്സിലായി. പുള്ളി പറഞ്ഞു അത് സോറി എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ സോറി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തന്നെയാണ് ആസിഫ് അത് ഒരു ചെറിയ ചിരിയോടെ അത് അവസാനിപ്പിച്ചു. അതിനെ മൈൻഡ് ചെയ്തില്ല.